ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സെബിൻ. ഡിസ്കവറി ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാറ്ററി ഇല്ലാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ടോർച്ച് ലൈറ്റാണ്. ഇനിയൊരു പ്രളയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്ത് ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ, നിങ്ങൾ നിൽക്കുന്നിടത്ത് കറണ്ടോ വെളിച്ചമോ സൂര്യപ്രകാശമോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടോർച്ച് ലൈറ്റായും സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു ഫ്ലാഷ് ലൈറ്റായും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ടോർച്ചിൽ ബാറ്ററി ഉപയോഗിക്കുന്നില്ല. സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, പിന്നെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതെ, സ്ക്രീനിൽ കാണുന്നത് പോലെ ഉള്ള ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഇതിൽ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കോയിലിനകത്ത് ഇതുപോലെ ഒരു നിയോഡിമിയം മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ 4 ഡയോഡുകളും നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ എല്ലാം പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പവർ സോഴ്സായ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലൊരു PVC പൈപ്പിൻ്റെ പീസ് ഉപയോഗിച്ചാണ് ഞാനിത് നിർമ്മിക്കുന്നത്. ഇതിന് മുകളിൽ നമുക്ക് വയർ ചുറ്റിയെടുക്കണം. അതിനുശേഷം സിലിണ്ടർ ഷേപ്പിലുള്ള നമ്മുടെ മാഗ്നറ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഈ പൈപ്പിൽ ഇത്രയും ഭാഗത്താണ് ഞാൻ കോയിൽ ചുറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലായിരിക്കും പൈപ്പിനുള്ളിൽ മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന തത്വമാണ് നാം ഇതിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. പൈപ്പിൽ ചുറ്റിയെടുക്കാനായി കനം കുറഞ്ഞ വയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്തരം കേടായ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് ആവശ്യമുള്ള വയർ ഞാൻ എടുക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് ആവശ്യമുള്ള വയർ ചുറ്റിയിരിക്കുന്നത്. പുറമേയുള്ള ഈ മെറ്റാലിക് ഭാഗം ഇതിൻ്റെ കോറാണ്. ഇത് അഴിച്ചു മാറ്റി വേണം നമുക്ക് ആവശ്യമുള്ള വയർ ഇതിൽ നിന്ന് എടുക്കാൻ. ട്രാൻസ്ഫോമറിൻ്റെ കോർ അഴിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് ലഭിക്കുക. ഇതിൽ നേരത്തെ വയർ ചുറ്റിയിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള വയറാണ് നമുക്ക് ആവശ്യമുള്ളത്. ലോക്ക്ഡൗൺ ആയതിനാലാണ് എൻ്റെ പക്കലുള്ള ഇത്തരമൊരു കേടായ ട്രാൻസ്ഫോമറിൽ നിന്നും ഞാൻ ഈ വയർ എടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള മോട്ടോർ വൈൻഡിങ് ഷോപ്പുകളിലെല്ലാം ഇത്തരം വയർ ലഭ്യമാണ്. നമ്മുടെ ടോർച്ചിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് ലഭിക്കാൻ ഇതുപോലെ ഏകദേശം 1400 ചുറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ വയർ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഈ കോയിലിൻ്റെ അറ്റങ്ങളിലുള്ള 2 ലീഡുകൾ ഇവയാണ്. ഈ ലീഡുകളിൽ നിന്നാണ് നമുക്ക് ഈ ടോർച്ചിലേക്ക് ആവശ്യമുള്ള കറണ്ട് ലഭിക്കുന്നത്. പൈപ്പിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള മാഗ്നറ്റ് പുറത്തേക്ക് പോകാതിരിക്കാനായി ഇതുപോലെ 2 അറ്റങ്ങളും റബ്ബർ സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കേടായ സൈക്കിൾ ട്യൂബിൽ നിന്നാണ് ഞാൻ ഈ റബ്ബർ സ്ട്രാപ്പ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവ പൈപ്പിൻ്റെ ഇരുവശങ്ങളിലും സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനകത്തുള്ള നിയോഡിമിയം മാഗ്നറ്റ് നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. ഇതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നതിനായി ഈ രീതിയിലാണ് നമ്മുടെ മാഗ്നറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോർച്ച് ഈ രീതിയിൽ കുലുക്കുമ്പോഴാണ് ഇതിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത കോയിൽ വെക്കാനായി ഇതുപോലെ ബാറ്ററി കേടായ പഴയ ഒരു ടോർച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബൾബ് ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് അഴിച്ചു മാറ്റാം. കേടാകാത്തതിനാൽ ഈ ബൾബിൻ്റെ ഭാഗം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഞാനിതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് നമ്മുടെ കോയിൽ വെക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കോയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കോയിലിൽ നിന്നുള്ള ലീഡുകൾ കപ്പാസിറ്ററിലേക്കും അവിടെ നിന്ന് സ്വിച്ച് വഴി ബൾബിലേക്കും കണക്ട് ചെയ്യണം. എന്നാൽ കോയിലിൽ നിന്ന് വരുന്നത് AC കറണ്ടും കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത് DC കറണ്ടുമാണ്. അതുകൊണ്ട് ഒരു AC to DC കൺവെർട്ടർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ 1 ഫാരഡിൻ്റെ കപ്പാസിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് DC കറണ്ട് ആയതിനാൽ ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് പൊളാരിറ്റികളുണ്ട്. ഈ റിങ്ങുള്ള ഭാഗമാണ് ഇതിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റി. അതുപോലെ ഈ ഭാഗമാണ് ഇതിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി. ഇതുപോലെ 4 ഡയോഡുകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ AC to DC കൺവേർഷൻ നടത്തുന്നത്. ഈ രീതിയിലാണ് ഈ ടോർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എല്ലാം കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഈ ഭാഗമാണ് നേരത്തെ ഞാൻ കാണിച്ച ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ 2 ഭാഗങ്ങളിലാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ 2 ഭാഗങ്ങളിൽ കോയിലിൽ നിന്നുള്ള ലീഡുകളും കണക്ട് ചെയ്യണം. ഞാനത് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ഈ കപ്പാസിറ്ററിൽ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് കപ്പാസിറ്ററിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ. അതുപോലെ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. ഇനി ഇവിടെയാണ് നമുക്ക് കോയിലിൽ നിന്നുള്ള ലീഡുകൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാ കമ്പോണൻസും കണക്ട് ചെയ്യണം. നമ്മുടെ ടോർച്ചിനായി ഞാനിവിടെ ഒരു സ്വിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പാസിറ്ററും ബ്രിഡ്ജ് റെക്ടിഫയറും കൂടിയുള്ള ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കോയിലിൽ നിന്നുള്ള ലീഡുകൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ ടോർച്ചിലുണ്ടായിരുന്ന ഈ ബൾബിൻ്റെ ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയെല്ലാം നേരത്തെ കാണിച്ച കണക്ഷൻ ഡയഗ്രാം അനുസരിച്ച് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കേണ്ടത്. ഇവയാണ് കോയിലിൽ നിന്നുള്ള കണക്ഷൻ. അത് നേരെ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് പോയിരിക്കുന്നത് കാണാം. അതുപോലെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നുള്ള കണക്ഷൻ സ്വിച്ച് വഴി LED-യിലേക്ക് പോയിരിക്കുന്നത് കാണാം. പിന്നെ നെഗറ്റീവ് കണക്ഷൻ നേരെ LED-യുടെ നെഗറ്റീവ് ലെഗിലേക്കും പോയിട്ടുള്ളത് കാണാം. LED-യുടെ പൊളാരിറ്റി അനുസരിച്ച് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. LED-യുടെ നീളം കൂടിയ ലെഗാണ് പോസിറ്റീവ് ലീഡ്, അതുപോലെ നീളം കുറഞ്ഞ ലെഗാണ് നെഗറ്റീവ് ലീഡ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായാൽ നമ്മുടെ ടോർച്ചിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. നമ്മുടെ കണക്ഷൻസ് എല്ലാം പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ ഞാൻ ഇൻസുലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ക്ലോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹെൽമെറ്റ് വൈപ്പറിൻ്റെ വീഡിയോയിൽ ചെയ്തതുപോലെ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഈ ടോർച്ച് വാട്ടർ പ്രൂഫ് ആക്കി എടുക്കാം. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഈ ടോർച്ച് ഉണ്ടാക്കാനായി ഏകദേശം 400 രൂപയാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വേറെ രൂപമാറ്റങ്ങളൊന്നുമില്ല നമ്മുടെ ഈ ബാറ്ററി ഇല്ല ടോർച്ചിന്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി കപ്പാസിറ്റർ ചാർജ് ആകാനായി കുറച്ചു നേരം ഞാൻ ടോർച്ച് കുലുക്കി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ LED ചെറിയ രീതിയിൽ പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്, ടോർച്ച് വർക്കിംഗ് ആണ് എന്നുള്ളതിനുള്ള സൂചനയാണിത്. എന്നാൽ കപ്പാസിറ്റർ മുഴുവനായും ചാർജ് ആയിട്ടില്ല. അപ്പോൾ കുറച്ചു നേരം കൂടി ഇതുപോലെ ചെയ്ത് കപ്പാസിറ്റർ ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം ടോർച്ചിൻ്റെ ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോർച്ച് അത്യാവശ്യം നല്ല ബ്രൈറ്റായി. ഇനി ഇരുട്ടായി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട്. നമ്മുടെ ടോർച്ച് ഒന്ന് കത്തിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഒരു സാധാരണ ടോർച്ചിൻ്റെ അതേ ബ്രൈറ്റ്നെസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കപ്പാസിറ്റർ ഒരു തവണ ഫുൾ ചാർജ് ആയാൽ ഏകദേശം 5 മിനിറ്റ് ഇതിൻ്റെ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.